നാഗമലയിലെ നാഗദൈവങ്ങളെ കാവും ഗണങ്ങളും പോറ്റുന്ന ദൈവങ്ങളെ ഒരു കരിനാഗോ മണിനാഗോ എരിനാഗോ പച്ചനാഗോ ഒരു നാലു മുക്കിലും പുറ്റിനുള്ളിലും കിടക്കും പോലെയേ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകിന്റെ മണിശീലേ 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 അടിയാലേ വായോ നാഗേ അടിയിളകി കുടിയാലേ വായോ നാഗേ കുടിയിളകി ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകിന്റെ മണിശീലേ മുമ്പിലെ കയ്യും കൂത്തി മുടിയൂലർത്തി ആലവട്ടം വഞ്ചാമരം വിഷും പോലെ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകിന്റെ മണിശീലേ ഇളകിളകിളകിളകിളകു നാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകിളകു നാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ മണിനാഗേ ഇളകിളകേ കരിനാഗേ ഇളകിളകേ പാതള മണിനാഗേ കരിനാഗേ ഇളകിളകേ ഇളകിളകിളകിളകിളകിളകിളകിളകിളകു നാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകു നാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകു നാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇടംഭകം ചരിഞ്ഞടി മണ്ഡലം കൊള്ളി വലംഭകം ചുറ്റിയടി കാലങ്ങൾ കൊള്ളി നാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകു നാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ വട്ടമിട്ടു ആടുനാകെ നടുക്കളത്തിൽ മുടി പിടിച്ചാലവട്ടം വീശും പോലെ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ കാലത്തു കണ്ടു ഞങ്ങൾ കള്ളമെഴുതി പൂമുല്ല തറയിൽ വാഴും നാഗരാജാവേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിള ഇളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിള ഇളകുനാകെ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ മണിനാഗേ ഇളകിളകേ കരിനാഗേ ഇളകിളകേ പാതള മണിനാഗേ കരിനാഗേ ഇളകിളകേ ഇളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാകെ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ പാലുണ്ട് പഴമുണ്ട് തിനകളുണ്ട് പൂപ്പുല അടി വാഴും നാഗരാജാവേ ഇളകിളകിന്റെ ഇളകിളകിന്റെ ഇളകുനാഗേ ഇളകിളകിന്റെ ഇളകിളകിന്റെ മണിശീലേ
ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. മാജിക് ബീറ്റ്സ് ആൻഡ് മിസ്റ്റിക് രാഗ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ആ ഒരു എനർജി വിത്ത് ഡാൻസേഴ്സ് കൂടെ ആയപ്പോഴേക്കും വൻ വൈബായിരുന്നു അല്ലേ? സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? പേര് പറയോ? ജനാർദ്ദനൻ. എവിടെ വീട്? ആലുവ. ചേട്ടൻ 20 വർഷമായിട്ട് ഈ വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമായിരുന്നു ജനാർദ്ദനൻ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. മനോഹരമായിരുന്നു ഈ മ്യൂസിക്കിന്റെ ഇടയില് അങ്ങ് കേറി വന്നതും. മനോഹരമായി, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കാണാനും അതിമനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഒരുപാട് സന്തോഷം ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഈ വേഷം ഇത്രയും ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കുമോ? ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. അത്രയും വരും. ഇത് ചെയ്യുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വ്രതം എടുക്കുന്ന അതുപോലെ അല്ലെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു 21 ദിവസം വ്രതം ഉണ്ടോ? വ്രതം എടുക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കൊറിയോഗ്രാഫി ടീം, നമ്മുടെ ഷാഹുലേന്റെ ടീമിന് ഒരു വലിയ കൈയ്യടി. തീർച്ചയായിട്ടും. അവര് എത്ര എനർജി എടുത്തിട്ടാണ് ഫുൾ ഇത് കളർഫുൾ ആക്കി തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാഹുൽ. താങ്ക് യു. ഓക്കെ, യശ്. എന്തോ യശിന്റെ ശബ്ദമല്ല ഞങ്ങൾ കേട്ടത്, വേറെ ആരുടെയോ ശബ്ദം ആണോ? അത് മനോഹരായിരുന്നു. അല്ല, ശിവനന്ദക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു ജോണറൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എക്സ്ട്രാ എഫക്ട് ഇട്ടു. കാരണം പാടിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം ഒരു വിരല് അതെപ്പോഴും ഉള്ളതാ ശിവനന്ദക്ക്. ആണല്ലേ? പക്ഷെ സൂപ്പർ ആയിരുന്നു. അസലായി ലാസ്റ്റ് ഒക്കെ സ്പീഡൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേച്ചി, യശ് ആൻഡ് ശിവനന്ദ പൊളിച്ചടുക്കി. അതുപോലെ ആദ്യം തന്നെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി കൊടുക്കട്ടെ. അതിമനോഹരായിരുന്നു. ആഹാ, ഇളകിളകിളകിളകിളകിള അതൊക്കെ എനിക്ക് രസിച്ചു. ഉഗ്രനായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡാൻസേഴ്സും എല്ലാം വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇപ്പോഴും ഈ ഗ്രാഫിക്സ് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കാവിലെത്തിയ പോലെയൊക്കെ ഒരു ഫീലിംഗ് ആണ്. യശ് മനോഹരമായിട്ടുണ്ട്. യശിൻ്റെ ഡ്രസ്സിങ് ആയാലും യശ് കൊടുത്ത ഒരു ഹാർഡ് വർക്ക്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ വോയിസ് ടോണിൽ. ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു യശാണോ ഈ പാടുന്നത്? മനോഹരായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒന്ന് കേക്കട്ടെ, ഇളകിളകിളകൊന്ന് കേക്കട്ടെ. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഐശ്വര്യമുണ്ട് കാണാനും. എല്ലാം നന്നായിരിക്കട്ടെ. അതുപോലെ ശിവനന്ദ മനോഹരമായിട്ട് പാടി, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് വോയിസ്, രണ്ടുപേരുടെ വോയിസും നല്ലപോലെ മാച്ച് ചെയ്ത് പോയി. നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി ഇതൊരു വിഷ്വൽ പെർഫോമൻസ്, വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച് ഇത്ര മനോഹരമായ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിന് രണ്ടുപേരും. ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഷാനിക്ക. യെസ് സർ, കലക്കിയടാ. താങ്ക് യു സർ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ യശ്, അത് തന്നെ ഭയങ്കര വലിയൊരു കാര്യം. യുനോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് മ്യൂസിക്, ഡിഫറെൻറ്റ് ജോണർ ഓഫ് മ്യൂസിക്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊരു ഫോസ്റ്റ് സംഭവമാണ്. നമ്മളിത് ചെയ്തേ പറ്റൂ. പക്ഷേ അഗൈൻ അതിനോട് 100% നീതി പുലർത്താൻ യശിന് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഉഗ്രനായിട്ട് പാടി. ആൻഡ് ശിവനന്ദ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. ഒരു ഭയങ്കര പവർ പാക്ഡ് സംഭവം ഇത്. എന്താ പറയാ, പിന്നെ മഞ്ജരി പറഞ്ഞ ഒരു വിഷ്വൽ ട്രീറ്റ് ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ ഭയങ്കര ഒരു ട്രാൻസ് മൂഡ് ഉണ്ടായിരുന്നു. ഭയങ്കര ട്രാൻസ്, പ്രത്യേകിച്ച് ഈവൻ കോറസ് പോലും നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഇളകി 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 അത് ഇൻ സിങ്ക് ആയിരുന്നു. ഇൻ സിങ്ക്, ഓൺ ബീറ്റ്. ഓരോരുത്തരും, ഒരാൾ പോലും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. എല്ലാം ഓൺ ബാർ, ഓൺ ബീറ്റ്. കൃത്യമായിട്ടായിരുന്നു എല്ലാവരും പാടിയത്. കോറസ് ടീം, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ ഓർക്കസ്ട്ര കാലക്കി. വൺ ട്രീറ്റ് ആയിരുന്നു, വൺ ട്രീറ്റ്. അതുപോലെ അഗൈൻ യശ്, ശിവനന്ദ രണ്ടുപേരും കാലക്കി തിമിർത്ത്. താങ്ക് യു ഷാനിക്ക. ശരത് സർ,
അസാധ്യം. ഒരു നിവൃത്തിയില്ല. പിന്നെ ഞാനേ എനിക്ക് ഈ ശബ്ദം ഇഷ്ടമാണ്. ഓ, നല്ലൊരു റൊമാൻറ്റിക് പാട്ട് പാടിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോൾ ഇത് പാടി. ഇനി അത് ഇപ്പൊ വേണ്ട. ഞാൻ എന്ത് ഇനി ചെയ്യുന്നു? ഇങ്ങനത്തെ പാട്ട്. നിനക്കില്ല, ചാൻസ് ഇല്ല. ഇനി ഈ ഇനി ശബ്ദത്തിലുള്ള ഇങ്ങനെയുള്ള പാട്ട്. പാട്ട് പാടിക്കത്തുള്ളൂ. ഓക്കെ സാർ. അവൻ എല്ലാത്തിനും ഓക്കെ. പക്ഷേ കാര്യം നമ്മൾ യഷിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഇത് കുളമാകും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ അസാധ്യമായിട്ട് പാടി താങ്ക് യു സാർ. തകർത്തു. അതുപോലെ തന്നെ ശിവനന്ദ കട്ടയ്ക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തുടക്കത്തിലൊരു കുഴപ്പമുണ്ടായിരുന്നു. ആ ക്രോമാറ്റിക് യക്ഷന് ശരിയായില്ല. അത് നമ്മുടെ ശിവനന്ദയ്ക്കാണെങ്കിൽ അത് അങ്ങോട്ടും ചേർന്നതുമില്ല. അത് കുഴപ്പം. പക്ഷെ അത് നിങ്ങൾക്ക് കണ്ണ് കിട്ടാതിരിക്കും. എനിക്ക് തോന്നുന്നു പാറു, ഈ ഒരു ഡ്യുവറ്റ് പെർഫോമൻസിൽ ദ ബെസ്റ്റ് പെർഫോമൻസ് ഇത് തന്നെയാണ്. അതിൽ ഒരു 100%. കാര്യം അത് നമുക്കിപ്പോൾ ഷാൻ പറഞ്ഞ ഒരു കാര്യം വളരെ, അത് നമുക്ക് നിങ്ങളുടെ ആ ഒരു സംഭവം നമ്മുടെ ഇതൊക്കെ കുറച്ചും കൂടെ ഒക്കെ പാടിയെന്ന് ഞങ്ങൾക്ക് എണീച്ച് തുള്ളിയാണ് ആ ലെവലിൽ. അപ്പോൾ അത് ഒരു ഭീകരമായിരുന്നു. അത് വണ്ടർഫുൾ. അത് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞോളാം. ഉഗ്രമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പാടുന്ന ആ ഇളകും ഞങ്ങളൊക്കെ ഇളകിപ്പോയി കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഒന്നും പറയാനില്ലടാ. താങ്ക് യു. താങ്ക് യു സർ. MT സർ. യഷ് ആൻഡ് ശിവനന്ദ സാർ. രൂപത്തിലും ഭാവത്തിലും എല്ലാത്തിലും മാറ്റി പിടിച്ചോണ്ടൊരു അത്യുഗ്ര പ്രകടനം. ഗംഭീര വെടിക്കെട്ട്. അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എവിടെ നിൽക്കുന്നറിയോ? നിങ്ങൾ പാടി ഞങ്ങളെ ഇളകള കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളെ ഇളകി മറിഞ്ഞേനെ. ബാക്ക്ഗ്രൗണ്ട്, ആ LED കാണുന്ന സംഭവങ്ങളും ഡാൻസേഴ്സും പിന്നെ വന്ന തെയ്യം ഉണ്ടല്ലോ, ജനാർദ്ദനൻ സാർ. ആ ജനാർദ്ദനും അവരെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഇതിന് മാറ്റു കൂട്ടി. പിന്നെ യഷിൻ്റെ ഇവരെല്ലാം പറഞ്ഞ പോലത്തെ ഞാൻ കുറച്ചു നേരം വിചാരിച്ചത് ഈ മെയിൽ സൗണ്ട് അവിടെ കോറസിൻ്റെ ഇടയിൽ നിന്നാണോ ഇനി വരുന്നത് അതോ യഷാണോ എന്നൊക്കെ ചെറിയ സംശയം തോന്നി. അപ്പോൾ യഷ് മാറ്റി പിടിച്ചു. അതെ സർ. അതുപോലെ തന്നെ ശിവനന്ദയും 2 പേരും തോപ്പം നിന്ന് പാടിയിട്ടാ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഓർക്കസ്ട്രയും കൂടെ ചേർന്ന് വന്നപ്പോൾ ആഹാ, അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു. ടോട്ടലി ഇറ്റ് വാസ് എ വിഷ്വൽ ആൻഡ് മ്യൂസിക്കൽ ആൻഡ് എവറിത്തിങ്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു വലിയ ഒരു പാൽപ്പായസം തന്നെയാണ്. കാരണം സംശയമില്ല, നിങ്ങൾ തിമിർത്ത് അടിച്ച് കിളച്ച് പിന്നെന്താ വേണം, കപ്പ വെച്ചു ഉഴുത് മറിച്ചു. സൂപ്പർ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. റെഡി? ആദ്യം നമുക്ക് മിസ്റ്റിക് രാഗാസിന്റെ മാർക്സ് ചോദിക്കാം. MT സർ. ഞാൻ സത്യം പറഞ്ഞാൽ പേന കൈകൊണ്ട് തൊട്ടില്ല. 1. 2, ഇതിനകത്ത് മിസ്റ്റേക്സ് ഇല്ല. ഇതൊരു പ്രമദവനമോ അല്ലെന്നുണ്ടെങ്കിൽ ഗംഗയൊന്നും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിലും ഉള്ളത് അതിമനോഹരമായിട്ട് പാടി ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് വേറൊരു വൈബാണ്. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതിയിൽ ഞാൻ എന്തിനാണ് കുറയ്ക്കണം? ചകാ 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 ചകാ. ശരത് സർ. ചകാ 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 10. ഷാനിക്ക. പിന്നെ ഞാനെന്തിനാ ഉറങ്ങണേ? അപ്പൊ ടോട്ടൽ 20. സൂപ്പർ. ഇനി മാജിക് ബീറ്റ്സിന്റെ യഷിന്റെ മാർക്ക്. MT സർ. യഷിന് 10. താങ്ക് യു സർ. ശരത് സർ. 10. ചേച്ചി. പിന്നെ ഞാനായിട്ട് എന്തിനു കുറക്കണം? ഓക്കെ, അപ്പൊ യഷിനും ടോട്ടൽ 20. അപ്പൊ 2 പെർഫോമൻസ് ഗൈസ്. പേരും രണ്ടുപേരും. സൂപ്പർ സ്റ്റാർ.